ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേം കാൽക്കുലേറ്റിംഗ്. PSCയുടെ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള മലയാളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് നോക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ശരിയായി എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ബി ലേഖകൻ എന്നതാണ്. ബാക്കിയെല്ലാം തന്നെ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവ ശരിയായിട്ട് എഴുതുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഗുരുക്കളാണ് തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ എ ജനകനാണ്. തന്നിരിക്കുന്നവയിൽ പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ജനകനാണ്. തനയൻ, ആത്മജൻ, തനുജൻ ഇവയെല്ലാം പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് തനയൻ, ആത്മജൻ, തനുജൻ എന്നിവ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതിയാൽ തീക്കനലാകും. തീ പ്ലസ് കനലാണ് തീക്കനൽ. രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. രാജാവും ഋഷിയുമായവനാണ് രാജർഷി. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് സുത. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് സുത. 800 എന്ന പദം പിരിച്ചെഴുതുക. എൺ പ്ലസ് 100 ചേർന്നാൽ 800. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എൺ പ്ലസ് 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമാണ് ലോകവിവരം ഇല്ലാത്തവൻ. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ എന്നാണ്. മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് വാരിതം. മേഘം എന്ന അർത്ഥം വരുന്ന പദമാണ് വാരിതം. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശിഥിലം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതമാണ് ശിഥിലം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. ഒന്നാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏത്? ശരിയായി എഴുതിയിരിക്കുന്നത് കൈയെഴുത്ത് എന്നത് ഓപ്ഷൻ എയിൽ എഴുതിയിരിക്കുന്നതാണ് ശരിയായിട്ട് എഴുതുന്ന രീതി. കൈയെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണിയാണ് നെന്മണി. നെല് പ്ലസ് മണി നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനമാണ്. ചിലർ എന്ന പദം ഒരു അലിംഗ ബഹുവചനമാണ്. പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവത്തിന്റെ പുടമാണ് പല്ലവപുടം. പല്ലവപുടം വിഗ്രഹിച്ചാൽ പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. പ്രാലേയം. മഞ്ഞിന്റെ പര്യായ പദമാണ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായമാണ് ഏണം. മാൻ എന്ന വാക്കിന്റെ പര്യായ പദമാണ് ഏണം. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 79ാമത്തെ ചോദ്യം, ശരിയായ വാക്യം ഏത്? മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യക്തമല്ല. തെറ്റാണ്. ഏകദേശം 100ഓളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തെറ്റ്. ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം. അതും തെറ്റ്. ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ബി ആണ്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതമാണ് കുപ്രസിദ്ധം. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം കുപ്രസിദ്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/2024. 6 മലയാളിക്കു 100 മലയാളം, അര മലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറിക്കുകൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറിക്കുകൊള്ളുന്ന ഈ വരികൾ കുഞ്ഞുണ്ണി മാഷിന്റേതാണ്. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപിള്ള. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപിള്ള.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരമാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരമാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് മേശയാണ്. തന്നിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് മേശ. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതം. മലയാളത്തോടൊപ്പം സംസ്കൃത ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് രവിയാണ്. കലാധരൻ എന്നതിന് സമാന പദമല്ലാത്തത് രവി. കലാധരൻ എന്നതിന്റെ സമാന പദങ്ങളാണ് വിധു, മൃഗാങ്കൻ, നിഷാധിപതി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2024. ചുവടെ തന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് അന്യാദൃശം. മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് അന്യാദൃശം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും പോയി. തെറ്റായ വാക്യമാണ്. വാഹനാപകടത്തിൽ ഏകദേശം 10ഓളം പേർ മരിച്ചതായി പറയപ്പെടുന്നു. തെറ്റ്. കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന സ്ത്രീകളാണ് കൂടുതൽ. തെറ്റ്. വൃദ്ധനായ ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു. തെറ്റ്. ഈ വാക്യങ്ങളെല്ലാം തന്നെ തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 തെറ്റ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഘടകവിരുദ്ധം എന്നതാണ് ശരിയായ എഴുതിയിരിക്കുന്നത്. ഘടകവിരുദ്ധം എന്നതാണ് ശരിയായി എഴുതിയിരിക്കുന്ന പദം. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. മൃത്തിക എന്തിന്റെ പര്യായമാണ്? മണ്ണിന്റെ പര്യായമാണ് മൃത്തിക. മൃത്തിക എന്നാൽ മണ്ണ്. നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചത്. നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചത്. എരി പ്ലസ് തീ ചേർത്തെഴുതിയാൽ എരിതി. എരി പ്ലസ് തീ ചേർത്തെഴുതിയാൽ എരിതി. തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ബി ആണ്. ഊഷരം ശീതളം എന്ന് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. ഉദ്ധൃതം അനുദ്ധൃതം, ഉപകൃതം അപകൃതം, ഉത്സാഹം നിരുത്സാഹം ഇവയെല്ലാം ശരിയായിട്ടുള്ള ജോഡികളാണ്. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നതിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷയാണ് ഉടനടി നടക്കാനിടയുള്ള കാര്യം. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നതിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഉടനടി നടക്കാനിടയുള്ള കാര്യം. ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം ശരിയാണ്. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം ശരിയാണ്. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ശരിയാണ്. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു 4 ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി എന്നതാണ്. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഓപ്ഷൻ എ ജഡിലം എന്ന് എഴുതിയിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് പോലെയാണ്. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ആയസമാണ്. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായമാണ് ആയസം. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? 500 തേങ്ങകൾ വിറ്റു തെറ്റാണ്. 20 പശുക്കൾ വാങ്ങി ശരിയാണ്. 30 കുട്ടികൾ വന്നു ശരിയാണ്. 15 മാങ്ങകൾ കൊടുത്തു വിട്ടു എന്നത് തെറ്റാണ്. 2, 3 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം 2, 3 ശരി. ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? പൂജക ബഹുവചനമാണ് ഗുരുക്കൾ. ഗുരുക്കൾ ഒരു പൂജക ബഹുവചനമാണ്. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക.
സത്യം പറയുക എന്നത് ആവശ്യമാണ് എന്നത് തെറ്റായ വാക്യമാണ്. സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, തെറ്റ്. നിത്യവും വ്യായാമം ചെയ്യണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഇവിടെ 3 തെറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 തെറ്റ് എന്നതാണ്. ശരിയായ പദം ഏത്? ആദരാഞ്ജലികൾ എന്ന് ശരിയായി എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് പോലെയാണ്. ആദരാഞ്ജലികൾ. കടബാധ്യത വിഗ്രഹിച്ചെഴുതിയാൽ കടം മൂലമുണ്ടാകുന്ന ബാധ്യത. കടബാധ്യത, കടം മൂലമുണ്ടാകുന്ന ബാധ്യത. കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ കരം, ചരണം മുതലായവ. കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ കരം, ചരണം മുതലായവ. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ എന്നാണ്. നിരാമയൻ എന്നാൽ ദുഃഖമില്ലാത്തവൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത്? തെറ്റായി എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. വാഗ്ദേവത എന്ന് വാഗ് പ്ലസ് ദേവത എന്ന് എഴുതിയിരിക്കുന്നതാണ് തെറ്റ്. കൺ പ്ലസ് ടു കണ്ടു ശരിയാണ്. ആ പ്ലസ് അൻ അവൻ ശരിയാണ്. പ്രതി പ്ലസ് അക്ഷമാണ് പ്രത്യക്ഷം. ബാക്കി 3 ശരിയാണ്. വാഗ്ദേവത എന്ന് ശരിയായി പിരിച്ചെഴുതുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 94/2024. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ എന്നാണ്. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ശരിയായി എഴുതിയിരിക്കുന്നത് കവയിത്രി എന്നതാണ്. ബാക്കി പദങ്ങൾ ശരിയായി എഴുതിയിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? സലിംഗ ബഹുവചനം പുരുഷന്മാർ എന്നതാണ്. തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക എന്നതാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ ചുരുക്കി പറയുക. പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് പിഞ്ഞാണവർണം. പിഞ്ഞാണവർണം എന്നാൽ പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥമാണ് അണയ്ക്കുക. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ദ്രൗണി എന്നാൽ അശ്വത്ഥാമാവാണ്. ദ്രൗണി എന്നാൽ അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര എന്നാണ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഓപ്ഷൻ എ വിശ്വസ്തൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ശരിയായി എഴുതുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയാണ്. വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ ഇവയെല്ലാം ശരിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024. പിരിച്ചെഴുതുക. വെൺതിങ്കൾ. വെൺതിങ്കൾ പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് തിങ്കളാണ് വെൺതിങ്കൾ. വെൾ പ്ലസ് തിങ്കൾ വെൺതിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലമാണ്. തദ്ധിതത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി വെണ്മ. തദ്ധിതത്തിന് ഉദാഹരണമാണ് വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ എന്നതിന്റെ വിപരീതമാണ് അവരജൻ. അഗ്രജൻ എന്നതിന്റെ വിപരീതം അവരജൻ. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി നളിനമാണ്. തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി നളിനം എന്ന പദമാണ്. അമൃതം, സലിലം, വാരി ഇവയൊക്കെ ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടെയുള്ള ഭംഗി. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയമാണ് ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക.
ശരിയായിട്ട് ചൂടാമണി എന്ന് എഴുതുന്നത് ഓപ്ഷൻ എയിൽ നൽകിയിരിക്കുന്നത് പോലെയാണ്. ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എരിതീയിൽ എണ്ണയൊഴിക്കുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്നാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി. കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും. പ്രതിവർഷം. വർഷം തോറും എന്നത് ഒറ്റപ്പദമാക്കിയാൽ പ്രതിവർഷം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2024. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ശരിയായിട്ട് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ എ കവയിത്രി എന്നതാണ്. ബാക്കിയുള്ള വാക്കുകൾ ശരിയായി എഴുതുന്നത് ഇവിടെ തന്നിരിക്കുന്നത് പോലെയാണ്. ശരിയായ വാക്യമേത്? മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും എന്ന വാക്യം തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത് എന്നതും തെറ്റാണ്. ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്കു പറയുമായിരുന്നു എന്നതും തെറ്റ്. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നതാണ് ഇവിടെ ശരിയായി നൽകിയിരിക്കുന്ന വാക്യം. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. മലയാള പരിഭാഷ എന്ത്? നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം എന്നതാണ് നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നതിന്റെ മലയാള പരിഭാഷ. ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. പൊക്കമുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രാംശു. പൊക്കമുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രാംശു. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ബി അഗ്രിമൻ എന്നതാണ്. അനലൻ, വൈശ്വാനരൻ, ശിഖി ഇവയൊക്കെ അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അനലൻ, വൈശ്വാനരൻ, ശിഖി എന്നിവ. തന്നിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. തിക്തം. തിക്തം എന്നതിന്റെ വിപരീതമാണ് മധുരം. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദമായിട്ട് വരുന്നത് മധുരം. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആശ്രിതനായി കഴിയുക. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രിതനായി കഴിയുക എന്നതാണ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നൂനം. ന്യൂനം എന്നാൽ കുറവ്, ന്യൂനം എന്നാൽ നിശ്ചയം എന്നുമാണ്. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നൂനം. ന്യൂനം എന്നാൽ കുറവ്, നൂനം എന്നാൽ നിശ്ചയം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. സ്നുഷ എന്നതിന്റെ പുല്ലിംഗ ശബ്ദമാണ് ജാമാതാവ്. സ്നുഷ എന്നതിന്റെ പുല്ലിംഗ ശബ്ദമാണ് ജാമാതാവ്. വാക്യം ചേർത്തെഴുതുക. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇത് ചേർത്തെഴുതിയാൽ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 108/2024. പൊൻ പ്ലസ് കലശം, പൊൽക്കലശം. ഇതിലെ സന്ധി ആദേശ സന്ധിയാണ്. പൊൻ പ്ലസ് കലശം, പൊൽക്കലശം. ഇതിലെ സന്ധി ആദേശ സന്ധിയാണ്. യഥായോഗ്യം പിരിച്ചെഴുതുക. യോഗ്യത പോലെ. യഥായോഗ്യം എന്നത് പിരിച്ചെഴുതിയാൽ യോഗ്യത പോലെ. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ആജന്മം. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ആജന്മം. ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കിവാക്യം ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ എന്നതാണ്. When you are at Rome, do as Romans do. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ലാണ് ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം. When you are at Rome, do as Romans do. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ലാണ് ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം. ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥമാണ് പ്രധാന പങ്കാളി. ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം പ്രധാന പങ്കാളി എന്നതാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഏത്? ഐച്ഛികം എന്നത് ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്നതാണ് ശരിയായി എഴുതുന്ന രീതി. ഐച്ഛികം.
അത്യാശ്ചര്യം പിരിച്ചെഴുതുക. അതി പ്ലസ് ആശ്ചര്യമാണ് അത്യാശ്ചര്യം. അത്യാശ്ചര്യം എന്നത് പിരിച്ചെഴുതിയാൽ അതി പ്ലസ് ആശ്ചര്യം. പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. വിവക്ഷയാണ് പറയാനുള്ള ആഗ്രഹം. പറയാനുള്ള ആഗ്രഹം എന്നാൽ വിവക്ഷ. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദമാണ് കൃതജ്ഞത. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം കൃതജ്ഞത. കന്തളം എന്ന പദത്തിന്റെ പര്യായ പദമാണ് മുള. കന്തളം എന്ന പദത്തിന്റെ പര്യായ പദമാണ് മുള. ഒറ്റപ്പദമാക്കുക. പ്രയോഗത്തിന് യോഗ്യമായത് എന്നതിന്റെ ഒറ്റപ്പദമാണ് പ്രയോഗക്ഷമം. പ്രയോഗത്തിന് യോഗ്യമായത് എന്നതിന്റെ ഒറ്റപ്പദം പ്രയോഗക്ഷമം. ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി ദ്വാനം എന്നതാണ്. രവം, ധ്വനി, നിനദം എന്നിവയെല്ലാം ശബ്ദത്തിന്റെ പര്യായ പദങ്ങളാണ്. രവം, നിനദം, ധ്വനി എന്നിവയെല്ലാം ശബ്ദത്തിന്റെ പര്യായ പദങ്ങളാണ്. ശരിയായ പദമേത്? ദൃഢം എന്ന് ശരിയായി എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്നത് പോലെയാണ്. ദൃഢം. ചേർത്തെഴുതുക. കാണിത് പ്ലസ് അശങ്കം എന്നത് ചേർത്തെഴുതിയാൽ കാണിതശങ്കം. കാണിത് പ്ലസ് അശങ്കം ചേർത്തെഴുതിയാൽ കാണിതശങ്കം. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായിട്ടുള്ള വാക്യം. താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏത്? മിടുക്ക് എന്നതാണ് ഇവിടെ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം. മിടുക്കി, തടിച്ചി, ഗൗരി ഇവയെല്ലാം സ്ത്രീലിംഗ പ്രത്യയങ്ങൾ വരുന്ന പദങ്ങളാണ്. പരമോന്നതം പിരിച്ചെഴുതുക. പരമ പ്ലസ് ഉന്നതമാണ് പരമോന്നതം. പരമ പ്ലസ് ഉന്നതം പരമോന്നതം. ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക. ദുഃഖമാകുന്ന മുത്ത്. ദുഃഖമുത്ത് എന്നത് വിഗ്രഹിച്ചാൽ ദുഃഖമാകുന്ന മുത്ത്. ചെം പ്ലസ് താര് ചെന്താര്. ഇവിടെ സന്ധി ആദേശ സന്ധിയാണ്. ചെം പ്ലസ് താര് ചെന്താര്. സന്ധി ആദേശ സന്ധി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2024. ഒന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് തെറ്റായ പ്രയോഗമാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇതും തെറ്റാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. അതും തെറ്റാണ്. ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്നത് പോലെയാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് എന്നതാണ് ശരിയായ വാക്യപ്രയോഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികളാണ്. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദമാണ് വൈദികം. വേദത്തെ സംബന്ധിച്ചത് വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശാശ്വതം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? നിലാവ്, ചന്ദ്രിക, കൗമുദി. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഓപ്ഷൻ എ ആണ്. ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത ശരിയായി എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്നത് പോലെയാണ്. ഭഗവത്ഗീത. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? വിൺ പ്ലസ് തലമാണ് വിണ്ടലം. വിണ്ടലം വിൺ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്? തലയിലെ വേദനയാണ് തലവേദന. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം മാലേയം.
ചന്ദനം എന്നാൽ മാലേയം.